കഴിഞ്ഞ വർഷം ഫ്രൂട്ട് ഉണ്ടായി, ഫ്രൂട്ട് പൊട്ടിച്ച് കഴിച്ചു. പക്ഷെ ആ ഫ്രൂട്ട് അത്ര ഗുണമില്ല. അത് ചെറിയൊരു പുളിപ്പാണ്, മധുരം ശകലം പോലും ഇല്ല എന്ന് പറയാം. ചെറിയൊരു പകരം ഉണ്ടെങ്കിൽ തോന്നിയാന്ന് പറയാം. പുളിയാണ് മെയിനായിട്ട്. നല്ല റെഡ് കളറൊക്കെയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ ഗുണം പോരാ. ഇതൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഏത് വെറൈറ്റിയാണെന്നുള്ളത് അറിയാനും വയ്യ. ഇത് ആദ്യ അവസരങ്ങളിൽ മേടിച്ചതാണ്. ട്രാൻസ്പോർട്ട് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ ഫാമുകളിൽ നിന്ന് നേരിട്ട് മേടിക്കണം. നമ്മളിപ്പോൾ ബാക്കി എൻ്റെ അടുത്ത് വേറെ കുറേ 10-28 വെറൈറ്റി ഉണ്ട്. അതെല്ലാം ഫാമിൽ നിന്ന് മേടിച്ചാണ്. അതെല്ലാം നല്ല ഒറിജിനൽ വെറൈറ്റികളാണ്, നല്ല സ്വീറ്റ് വെറൈറ്റികളാണ്. ഇത് നമ്മളിപ്പോൾ ഇത് വളർന്ന് ഇത്രയും വന്നിട്ടുണ്ട്. 2 കമ്പായിട്ട് വന്നിരിക്കണം. ഇവിടെ നിന്നൊരു കമ്പ്, അപ്പുറത്തൊരു കമ്പ്, 2 കമ്പായിട്ട് വന്നത്. ഈ 2 കമ്പിൻ്റെ ഏറ്റവും വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നാൽ വേറെ ഒരു ഫ്ലവർ കൂടി ഇട്ടിട്ടുണ്ട്. ഏതെല്ലാം ഫ്രൂട്ടായി കഴിഞ്ഞാലാണ് അത് നമ്മൾ ആ കൊമ്പുള്ളതാണ്. അപ്പോൾ അത് ഫ്രൂട്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വേറൊരു വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ്. അങ്ങനെ അപ്പുറത്ത് വേറൊരു കമ്പുണ്ട്. അപ്പോൾ 2 കമ്പുമ്പോഴും ആ കമ്പ് അപ്പുറ സൈഡിലേക്ക് മേടിക്കുക. അപ്പോൾ ആ 2 കമ്പും 2 വെറൈറ്റി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സൈഡിലെ മുള്ളുകളെല്ലാം കംപ്ലീറ്റ് കളയേണ്ടി വരും. ഏറ്റവും വരെ ഉണ്ട്. പക്ഷെ മുള്ളുകളിൽ ഇതിന് വേറെ ബ്രാഞ്ചസ് വരാൻ പാടില്ല. ഇനി ബ്രാഞ്ചസ് വരെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വന്നാൽ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ 2 സൈഡിലെ മുള്ളുകൾ കളയണം. അതിന് കുറച്ച് പനിയുണ്ട്. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഞാൻ സാധാരണ ഇത് ചെയ്ത് റെഡിയാക്കിയിട്ട് കാണിക്കാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് പുതിയത്. പേപ്പർ ടേപ്പും സ്റ്റീൽ, തുരുമ്പെടുക്കാത്ത സ്റ്റീലിൻ്റെ ഒരു നൈഫും മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ ഇത് ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്ത് ടേപ്പ് ചെയ്തൊക്കെ ശരിയാക്കാനുള്ളത്. ഇത് കുമ്മായപ്പൊടിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ കുമ്മായപ്പൊടിയാണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡാണെന്ന് തോന്നുന്നു കുമ്മായപ്പൊടി കെമിക്കലിന്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ മുള്ളൊക്കെ അവിടെ ചെത്തിക്കളയുമ്പോൾ അതിന് ആ ഭാഗത്ത് ഇത് പൊടി വെച്ച് കൊടുക്കാനാണ്, ഫംഗസ് വരാതിരിക്കാൻ. വേറെ ഫംഗിസൈഡുകൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതും ചെറിയൊരു ഫംഗിസൈഡ് തന്നെയാണ്. അപ്പോൾ ഇതവിടെ പറ്റാൻ വേണ്ടിയിട്ടാണ് അതിലിരിക്കുന്നത്. ഒരു സൈഡ് മുള്ളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബ്രാഞ്ചിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് കൂടി കട്ട് ചെയ്യാനുണ്ട്. ഒരു ബ്രാഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഏറ്റവും വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ കട്ട് ചെയ്തിട്ടുണ്ട്. 3 സൈഡിലുള്ള മുള്ളുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. 3 സൈഡിൽ മുള്ളുകളുണ്ടാവും. 3 സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഗ്രാഫ്റ്റ് ചെയ്യുക. ഈ അറ്റത്തു നിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റും. അവിടെ നിന്നാണ് ഗ്രാഫ്റ്റ് ചെയ്യുക കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കാണിക്കും. കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഈ കുമ്മായപ്പൊടി പതുക്കെ കൈ കൊണ്ട് എടുത്ത് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ പതുക്കെ ഇങ്ങനെ വെച്ചാൽ പിടിച്ചോളും. പിടിച്ചോളും. അത് മൊത്തം ഇത് പിടിപ്പിക്കണം. മുള്ള് കട്ട് ചെയ്ത ഭാഗത്തെല്ലാം കുമ്മായം വെച്ചിട്ടുണ്ട്. കുമ്മായത്തിന് പകരം എന്തെങ്കിലും ഫംഗിസൈഡ് ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുമ്മായം എല്ലാത്തിനും ഉപയോഗിക്കണം. ഫംഗിസൈഡ് മേടിക്കാറില്ല. കുമ്മായം കൊണ്ട് തണ്ട് പൊടിച്ചു കൊടുത്തും കുമ്മായപ്പൊടി വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഫ്രൂട്ടൊക്കെ കെട്ടിയതിനകത്ത് മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന മുറിവിലൊക്കെ കുമ്മായപ്പൊടി വെച്ച് കൊടുക്കാമെന്നില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് കുമ്മായപ്പൊടി തേക്കുന്നൊന്നുമല്ല. അല്ലെങ്കിൽ ഫംഗിസൈഡ് വയ്ക്കണം. ഞാൻ ഫംഗിസൈഡ് മേടിക്കാറില്ല, കുമ്മായപ്പൊടി തന്നെയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ 3 സൈഡിലും വെച്ച് കട്ട് ചെയ്തെടുത്ത് 3 സൈഡിലും മുള്ളുകളും ചുട്ടും വെച്ച്. അതിൻ്റെ 2ാമത്തെ ബ്രാഞ്ചാണത്. 2ാമത്തെ ബ്രാഞ്ചിൻ്റെ മുള്ളൊക്കെ കളഞ്ഞു. പിന്നെ നമ്മൾ കുമ്മായം പറ്റണം. പറ്റിയിട്ട് 2 ബ്രാഞ്ചിലും കുമ്മായമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സന്ധ്യ ആവാതെ ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ച് ഡ്രൈ ആയതിനു ശേഷം നാളെ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് പരിപാടി ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മുണ്ട്. ഇതാണ് മെയിൻ സ്റ്റെം. അതിൻ്റെ മുള്ളും കളയാനുണ്ട്. 3 സൈഡും കളയാനുണ്ട്. അതിന് പിന്നീട് താഴ്ത്തല്ല എപ്പോഴേയും കളയാം, നാളെ കളയാം. തൽക്കാലം ഇന്നത്തെ പരിപാടി എടുക്കണം. നാളെ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് കാണിക്കും.
ഇന്നലെ ഒരു വൈകിട്ട് ഇതൊക്കെ ചെയ്ത് ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ടൊക്കെ ചെയ്ത് വെച്ചതാണ്. ഇന്നലെ രാത്രി മഴ പെയ്തു. പക്ഷെ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയതല്ല ഗ്രാഫ്റ്റിംഗ്. 2 ദിവസമായിട്ട് മഴ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ സമയത്ത് ചെയ്യാം. പക്ഷെ അത് ഇന്നലെ ഇവിടം വരെ അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്കത് ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2-3 കമ്പുകൾ കളഞ്ഞിട്ട് കുറച്ചപ്പുറത്തുനിന്ന് ഗ്രാഫ്റ്റിംഗ് ചെയ്യാമെന്നാണ് വിചാരിക്കും. പക്ഷേ അപ്പുറത്തേക്ക് കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കമ്പുകളും കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഫ്ലവറോട് കൂടെയുള്ള കമ്പും കളഞ്ഞു. കാര്യമില്ല, അതിന് പുളിയാണ്, നമുക്ക് തീരെ ഇഷ്ടമായില്ല, അതുകൊണ്ട് അത് കളയണം. ഫ്ലവറും കളയണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണില്ല കായാവാനായിട്ട്. തന്നെ 2 കമ്പും നമ്മൾ പുതിയ വെറൈറ്റി ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. എഡ്ജ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്വഡോർ പലോറയുടെ കമ്പാണ് ഇത് പിടിപ്പിക്കാൻ പോകുന്നത്. എക്വഡോർ പലോറയുടെ കമ്പെടുത്തിട്ട് ഇവിടെ എക്വഡോർ പലോറ ഇതാണ്, ഇതിൻ്റെ ഒരു കമ്പ് ഇത് ബ്രാഞ്ച് എടുത്തിട്ട് ഇത് വയ്ക്കാൻ പോകുന്നു. നോക്കാം. എക്വഡോർ പലോറയുടെ കമ്പാണത്. കുറച്ചും കൂടി മൂത്ത കമ്പാണ്. ഇത് കമ്പ് എടുക്കാൻ വേണ്ടി ഇത് ഏതാ കുറച്ചുകൂടി വീതിയുള്ള കമ്പ് എടുത്തിട്ട് ഇതിൽ നിന്നൊരു കമ്പ് എടുത്തിട്ട് വയ്ക്കണം. എക്വഡോർ പലോറയുടെ കമ്പാണ്. എക്വഡോർ പലോറയുടെ കമ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ഇതിൻ്റെ സ്റ്റം കുറച്ച് പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് വെക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതാക്കി പേപ്പർ ടേപ്പ് ഇതിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഷേപ്പ് എടുത്തിട്ട് ഒട്ടിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ച് ഗ്രാഫ്റ്റിംഗ് പരിപാടി കഴിഞ്ഞു. ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ഇത് ഈ കമ്പിയിൽ നിന്ന് മുള കൊട്ടാൻ തുടങ്ങും. അതിനിടയിൽ വേറെ ഇതിൻ്റെ മെയിൻ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വേറെ കൊമ്പ് വരെയാണെങ്കിൽ പിന്നെ അഥവാ നമ്മൾ മുള്ളു കളഞ്ഞ് മുഴുവൻ ശരിയായിട്ടില്ലെങ്കിൽ തന്നെ നേരത്തെ ഒടിച്ചു കളഞ്ഞാൽ മതിയാണ്. ഇതിൽ വരുന്ന എന്തെങ്കിലും ഇനി 14 തന്നെ അത് ഒടിച്ചു കളഞ്ഞാൽ ഈ കമ്പനി ഇതിന് മാത്രമേ ഇതിന് മുള വരാൻ പാടുള്ളൂ കേട്ടോ. അതായത് നിർത്തിയാൽ മതി. ഇത്രയും ഒരു കൊമ്പ് കൂടി ചെയ്യാൻ അപ്പുറത്തെ കൊമ്പ് ഇനി വൈകിട്ട് ചെയ്യുള്ളൂ. ഇന്നിപ്പോൾ വെയിലായി തുടങ്ങി. ഇപ്പോൾ ഇനി വൈകിട്ട് അത് ചെയ്യുള്ളൂ.